നമസ്കാരം, ഞാൻ അനിൽ ഗോപിനാഥ്. ലൈറ്റ്സ് ഓൺ സോൾ ഓഫ് സിനിമയിലേക്ക് എല്ലാ യൂട്യൂബ് പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒക്കെ വളരെ വിഷമമുണ്ടാകുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തും മലയാള മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് നമ്മളെ വിട്ടുപിരിഞ്ഞു. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമാണ് തോന്നി. പെട്ടെന്ന് ഇങ്ങനെ ഏകദേശം 19 വയസ്സും 12 വയസ്സേ ആയിട്ടുള്ളൂ. ആ ഒരു അകാല വിയോഗം നമ്മളെയൊക്കെ വളരെ ദുഃഖത്തിലാക്കി. പ്രത്യേകിച്ച് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുള്ള, ചിരിക്കുന്ന, എല്ലാവരോടും നല്ല സൗഹൃദത്തിൽ പെരുമാറുന്ന ഒരാളായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹം ഒരു കലാകുടുംബത്തിലെ അംഗമായിരുന്നു. അച്ഛനായിരുന്ന അബൂബക്കർ സാഹിബും സഹോദരനായിട്ടുള്ള കലാഭവൻ നിയാസും ഒക്കെ അടങ്ങുന്ന ഒരു കലാകുടുംബം. വൈഫാണെങ്കിലും ഒരു ആർട്ടിസ്റ്റായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു കലാകുടുംബത്തിലുള്ള ഒരു അംഗം. പ്രത്യേകിച്ച് നവാസിൻ്റെ ചിരി എപ്പോഴും നമുക്ക് മറക്കാൻ കഴിയില്ല. അത്രയ്ക്ക് നല്ലൊരു കലാകാരൻ. ഞാനുമായിട്ട് ഒരു 10-25 വർഷം മുമ്പ് തുടങ്ങിയൊരു ബന്ധമാണ്. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടിയോ അങ്ങനെയുള്ളൊരു ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും നല്ല സൗഹൃദം പുലർത്തുകയും നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കലാകാരനാണ്. നിയാസ് ആണെങ്കിൽ എൻ്റെ സിനിമയിൽ ഫിഡിൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ അഭിനയിക്കുകയും ആ സമയത്ത് അയാളുമായി ഞാൻ നല്ലൊരു സൗഹൃദം പുലർത്തുകയും ഇപ്പോഴും അത് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിയാസ്. അങ്ങനെ നല്ലൊരു കലാകുടുംബത്തിലെ ഒരു അംഗം, നല്ല മിമിക്രിക്കാരൻ, ഏറ്റവും നല്ല മിമിക്രി. ഒരു കാലഘട്ടത്തിൽ മിമിക്രിയുടെ ഒരു രാജാവെന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ സ്ത്രീ ശബ്ദത്തിലുള്ള പാട്ടുകൾ നമ്മൾ കേട്ടാൽ ഒരിക്കലും അദ്ദേഹത്തിനെ നമ്മൾ മറക്കില്ല. പിന്നെ നല്ല മിമിക്രി, അനുകരണ കലയിലും മറ്റു രീതിയിലുമൊക്കെ നന്നായിട്ട് കലാരംഗത്ത് നന്നായിട്ട് ശോഭിച്ചിരുന്നൊരു വ്യക്തി. ആ ഇഷ്ടം സിനിമ കണ്ടു കഴിഞ്ഞാൽ നവാസിനെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതിൽ ഒക്കെ നല്ല ഒരു പല സിനിമകളിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇഷ്ടമല്ല. മറ്റേ ദിലീപ് അഭിനയിച്ചൊരു സിനിമയുണ്ട്, അതിൽ നവാസ് ഒരു ത്രൂ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ ക്യാരക്ടറൊക്കെ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല കലാകാരനാണ്. പല സിനിമകളിലും കരടി എന്ന് പറഞ്ഞ സിനിമയിലെ ഷൂട്ടിംഗ് സമയത്തൊക്കെ നമ്മൾ ആറ്റിങ്ങിൽ വെച്ചൊക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. എന്നാലും നമ്മളെ വിട്ടുപിരിഞ്ഞ ആ കലാകാരനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ കലാകാരന് എല്ലാവിധ ആദരാഞ്ജലികളും എൻ്റെ ലൈറ്റ്സ് ഓൺ സോൾ ഓഫ് സിനിമയിലും ഞാനും അർപ്പിക്കുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് പോയി കാണാൻ കഴിഞ്ഞില്ല. അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്, ഫീലിംഗ് തന്നെ. പക്ഷേ എന്നാലും എപ്പോഴും വീഡിയോസിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ കണ്ട് നമുക്ക് പ്രണാമം അർപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്തായിരുന്നാലും അകാലത്തിൽ പിരിഞ്ഞുപോയ അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.